പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 27ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാഗാർജുനോ ഭരദ്വാജ ആര്യഭട്ടോ ബസുർബുധഃ ധ്യേയോ വെങ്കടരാമശ്ച വിജ്ഞാരാമാനുജാദയഃ. ഇന്ന് നാം ചിന്തിക്കുന്ന മഹാത്മാവ് വെങ്കട്ടരാമൻ. ശാസ്ത്രം, സംഗീതം, സംസ്കാരം എന്നിവയുടെ അന്തരീക്ഷം മുറ്റി നിൽക്കുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ചന്ദ്രശേഖര അയ്യർ പാർവതി അമ്മാളിൻ്റെ മകനായിട്ട് 1888 വെങ്കട്ടരാമൻ ജനിച്ചു. പഠിക്കാൻ അതീവ മിടുക്കനായിരുന്നു. തൻ്റെ 14ാമത്തെ വയസ്സിൽ പ്രസിഡൻസി കോളേജിൽ BA സയൻസിന് ചേർന്നു. പ്രൊഫസർ ഇലിയട്ട് ക്ലാസ്സിൽ ഇത്ര ചെറിയ കുട്ടിയെ കണ്ടപ്പോൾ വഴിതെറ്റി വന്നതാണെന്ന് സംശയിച്ചു. എന്നാൽ രാമൻ BA പാസ്സായത് അതേവരെ ആ കോളേജിൽ ആരും നേടാത്ത അത്ര മാർക്ക് നേടിയാണ്. പഠിക്കുന്ന കാലത്ത് ശബ്ദത്തെ പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണം. രാമൻ്റെ ലേഖനങ്ങൾ ഫിലോസഫിക്കൽ, നാച്ചുറൽ പോലുള്ള ശാസ്ത്ര പ്രസിദ്ധീകരണങ്ങളിൽ വരികയും അന്താരാഷ്ട്ര പ്രസിദ്ധി നേടുകയും ചെയ്തു. 1907 അദ്ദേഹം MA പാസ്സായി. സംസ്ഥാനത്ത് 1ാം റാങ്കോടുകൂടിയാണ് അദ്ദേഹം ജയിച്ചത്. അതേ വർഷം തന്നെ അക്കൗണ്ട് ഓഫീസർ പരീക്ഷയും 1ാം റാങ്ക് നേടി പാസ്സായി. ജോലി സുരക്ഷ കണക്കാക്കി രാമൻ അക്കൗണ്ട് ഓഫീസറായി. 1907 മെയ് 6 അദ്ദേഹത്തിൻ്റെ വിവാഹം ലോകസുന്ദരി അമ്പാളുമായി നടന്നു. അവർക്ക് 2 പുത്രന്മാരുണ്ടായി. ഇളയ മകൻ രാധാകൃഷ്ണൻ വെങ്കട്ടരാമൻ്റെ പിൻഗാമിയായി. അക്കൗണ്ട് ഓഫീസറായി കൽക്കത്തയിലാണ് നിയമനം കിട്ടിയത്. വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഡോക്ടർ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന പരീക്ഷണശാല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ ഡോക്ടർ സർക്കാരിനോട് അവിടെ ഗവേഷണം നടത്തുവാൻ അനുമതി തേടി. CV രാമനെ പോലെയുള്ള ഒരു പ്രതിഭയ്ക്ക് അന്ന് കൽക്കട്ട സർവകലാശാല ഉപകുലപതിയായിരുന്ന സർ അശുതോഷ് മുഖർജിയുടെ ശ്രദ്ധയിൽ നിന്നും എങ്ങനെ ഒഴിവാക്കാനാവും? മുഖർജി അദ്ദേഹത്തെ ശാസ്ത്ര ഗവേഷണത്തിൽ കേന്ദ്രീകരിക്കുവാനും നല്ല ശമ്പളമുണ്ടായിരുന്ന സർക്കാർ ജോലി രാജിവെക്കാനും നിർബന്ധിച്ചു. പിന്നീട് രാഷ്ട്രീയ നേതാവും ഭാരതത്തിൻ്റെ ആദ്യ ധനകാര്യമന്ത്രിയും ജനസംഘ സ്ഥാപകനുമായ ശ്യാമപ്രസാദ് മുഖർജിയുടെ പിതാവായിരുന്നു സർ അശുതോഷ് മുഖർജി. നിർബന്ധത്തിനും തൻ്റെ അഭിരുചിക്കും വഴങ്ങി ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും ഭാഗ്യത്തിന് CV രാമൻ എന്ന വെങ്കട്ടരാമൻ പാലിറ്റ് പ്രൊഫസറായി കൽക്കത്ത സർവകലാശാലയിൽ ചേർന്നു. അതിൻ്റെ ആദ്യപടിയായി 1921 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ എല്ലാ സർവകലാശാലയുടെയും യോഗത്തിലേക്ക് അദ്ദേഹം കൽക്കത്ത സർവകലാശാലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ സമുദ്രജലത്തിൻ്റെ നീലനിറം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. ഇതിനെന്താണ് കാരണം എന്ന ചിന്തയിലായിരുന്നു അദ്ദേഹം യാത്രയിൽ മുഴുവൻ മുഴുകിയത്. സമുദ്രജലത്തിലൂടെ കടന്നു പോകുന്ന സൂര്യപ്രകാശത്തിൻ്റെ ചിതറലാണ് ഇതൊരു കാരണമെന്ന് അദ്ദേഹം പിന്നീട് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കിയ പഠനമായിരുന്നു ഇത്. മറ്റെല്ലാ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ച് പ്രകാശത്തിൻ്റെ ചിതറൽ പഠിക്കാൻ ഇത് അദ്ദേഹത്തിന് പ്രേരണയായി. ലണ്ടനിലെ സമ്മേളനത്തിൽ ലോകപ്രസിദ്ധരായിരുന്ന പല ശാസ്ത്രജ്ഞന്മാരുടെയും മുന്നിൽ വെച്ച് അദ്ദേഹം തൻ്റെ സിദ്ധാന്തം അവതരിപ്പിച്ചു. വെളുത്തവരുടെ കുത്തകയായിരുന്ന ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഒരു തൊലി കറുത്തയാളുടെ പ്രവേശനം കൂടിയായിരുന്നു ഈ സമ്മേളനം. സ്വദേശി ഭാവ തീവ്രമായിരുന്നു CV രാമൻ ഈ സമ്മേളനത്തിൽ തലപ്പാവ് ധരിച്ചുകൊണ്ട് പങ്കെടുത്തു. സസ്യാഹാരം മാത്രം കഴിക്കുകയും ചെയ്തു. സർവകലാശാലയിൽ വെങ്കട്ടരാമൻ ഗവേഷണത്തോടൊപ്പം അധ്യാപനവും ഏറ്റെടുത്തു. വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന അധ്യാപകനായി മാറി. ഗവേഷണത്തിലും പഠനത്തിലും വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യാത്ത രീതിയിലാണ് അദ്ദേഹം പഠിപ്പിച്ചതും മാർഗദർശനം നൽകിയതും. ഒരു നിമിഷം പോലും വെറുതെ കളയാതെ അദ്ദേഹത്തിൻ്റെ ദിനചര്യ വളരെ കർശനമായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റുള്ള നടത്തം, നേരത്തെ തയ്യാറായി പരീക്ഷണശാലയിലെത്തി 9:30 വരെ ഗവേഷണം, പിന്നെ അധ്യാപനം, ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഗവേഷണം,
രാത്രി പലപ്പോഴും പരീക്ഷണശാലയിൽ തന്നെ തലചായ്ച്ചുറങ്ങും. ഊണിലും ഉറക്കത്തിലും ശ്രദ്ധിക്കാത്ത ഗവേഷണ സപര്യ. നിരവധി വിദ്യാർത്ഥി ഗവേഷകർ തങ്ങളുടെ ഗുരുവിനെ അനുസരിച്ചു. ഒരു പുതിയ ശാസ്ത്ര ഗവേഷണ സംസ്കാരം ഉടലെടുക്കുകയായിരുന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് കൾച്ചർ ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു പ്രസിദ്ധീകരണം അദ്ദേഹം തുടങ്ങുകയും ചെയ്തു. ഓരോ ദിവസവും ഗവേഷണ പ്രബന്ധങ്ങൾ പോസ്റ്റ് ചെയ്ത ശേഷം, പലപ്പോഴും അർദ്ധരാത്രിക്ക് ശേഷം, വിദ്യാർത്ഥികളുടെ കൂടെ അത് ആഘോഷമാക്കുവാനും രസഗുള കഴിച്ച് അദ്ദേഹം അതിനെ ഉത്സവ അന്തരീക്ഷത്തിലേക്ക് മാറ്റി. ഗവേഷണത്തിന് വിദേശത്ത് പോവില്ല എന്ന ദൃഢനിശ്ചയത്തിലായിരുന്നു അദ്ദേഹം. പലപ്പോഴും ഉപകരണങ്ങൾ അദ്ദേഹത്തിന് സ്വയം നിർമ്മിക്കേണ്ടി വന്നു. 1924 കാനഡയിൽ നടന്ന പ്രകാശത്തിൻ്റെ ചിതറലിനെ പറ്റിയുള്ള സെമിനാറിൽ വെങ്കട്ടരാമൻ അധ്യക്ഷപദം അലങ്കരിച്ചു. ഉദ്ഘാടനം നടത്തി 1925 റഷ്യൻ സയൻസ് അക്കാദമിയിൽ ചില്ല്, പ്രിസം, വെള്ളം എന്നിവയിലൂടെ കടന്നുപോകുന്ന പ്രകാശത്തിൻ്റെ ചിതറൽ പഠിച്ചു. ഇക്കാലത്ത് അദ്ദേഹം ഇന്ത്യൻ ജേർണൽ ഓഫ് ഫിസിക്സ് ആരംഭിച്ചു. ഉറച്ച ആത്മവിശ്വാസമുണ്ടായിരുന്ന അദ്ദേഹം തൻ്റെ ശിഷ്യരിലും അത് വളർത്തിയെടുത്തു. ശബ്ദത്തെ പറ്റിയുള്ള ഗവേഷണ ഫലങ്ങൾ അദ്ദേഹത്തെ നേരത്തെ തന്നെ വിശ്വവിഖ്യാതനാക്കിയിരുന്നു. 1921 സമ്മേളനത്തിനിടയിലും ഹാളിലെ പ്രതിധ്വനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. പ്രകാശം ഒരു സുതാര്യ മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന പരിണാമങ്ങളെ പറ്റിയുള്ള പഠനം അക്ഷീണം അദ്ദേഹം തുടർന്നു വന്നു. 1928 ഫെബ്രുവരി 28 അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹ ഗവേഷകരും വിദ്യാർത്ഥികളുമായിരുന്ന KS കൃഷ്ണൻ, വെങ്കടേശ്വരൻ എന്നിവരും ചേർന്ന് ഒരു പ്രതിഭാസം കണ്ടുപിടിച്ചു. ആ പ്രതിഭാസത്തെക്കുറിച്ചും ഈ മഹാനായ ശാസ്ത്രകാരനെക്കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിലും വിശദീകരിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.